2022 ഫിഫ അവാർഡുകൾ ഗോൾഡൻ ബോൾ ടൂർണമെന്റിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് ലയണൽ മെസ്സി. ഇന്നത്തെ ക്ലാസ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേജ് ആണ്. ഗോൾഡൻ ബോൾ നേടിയത് ടൂർണമെന്റിലെ മികച്ച പ്രകടനത്തിന് ലയണൽ മെസ്സി. ലിയോ അല്ലെ. ഇനി ഗോൾഡൻ ബൂട്ട് ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത് കിലിയൻ എംബാപ്പെ. 8 ഗോളുകൾ. ഗോൾഡൻ ബൂട്ട് കിലിയൻ എംബാപ്പെ. മികച്ച പ്രകടനത്തിനാണ് ലയണൽ മെസ്സി എങ്കിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയത് കിലിയൻ എംബാപ്പെ എന്ന പോയിന്റ് നോട്ട് ചെയ്തു വെക്കാം. ഓക്കെ. ഇനി ഗോൾഡൻ ഗ്ലൗ ഏറ്റവും മികച്ച ഗോൾ കീപ്പറിന് കൊടുക്കുന്നതാണ് ഗോൾഡൻ ഗ്ലൗ. ഓക്കെ. എമിലിയോ മാർട്ടീനസ് എന്ന് പഠിച്ചു വെക്കാം, അർജന്റീന. ഓക്കെ. യെസ്, എമിലിയോ മാർട്ടീനസ് എന്ന് പഠിച്ചു വെക്കാം, അർജന്റീന. ഗോൾഡൻ ഗ്ലൗ കിട്ടിയത്. അപ്പൊ മികച്ച പ്രകടനം ആരാണ്? അടിവരയിട്ട് പഠിക്കേണ്ട പോയിന്റ് ആണ്. മികച്ച പ്രകടനം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിയണൽ മെസ്സി. ഏറ്റവും കൂടുതൽ ഗോൾ നേടിയത് ഗോൾഡൻ ബൂട്ട് ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിലിയൻ എംബാപ്പെ എന്ന് പഠിച്ചു വെക്കാം. ഗോൾഡൻ ഗ്ലൗ കിട്ടിയത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർജന്റീന ഗോൾ കീപ്പർ എമിലിയോ മാർട്ടീനസ് എന്ന് നോട്ട് ചെയ്തു വെക്കാം കേട്ടോ. ഫിഫ യങ് പ്ലെയർ അവാർഡ് ലഭിച്ചത് അർജന്റീനയുടെ എൻസോ ഫെർണാണ്ടസ് ആണ് എന്ന് പഠിച്ചു വെക്കാം. എൻസോ ഫെർണാണ്ടസ് ആണ് മികച്ച യങ് പ്ലെയർ എന്ന പോയിന്റ് നോട്ട് ചെയ്തു വെക്കാം കേട്ടോ. യങ് പ്ലെയർ. യെസ്, ഇവിടെ നമ്മളെ എൻസോ ഫെർണാണ്ടസിന്റെ ഒരു പോയിന്റ് പഠിച്ചില്ലായിരുന്നോ? സെൽഫ് ഗോൾ കേട്ടോ. ഓക്കെ. യെസ്, എൻസോ ഫെർണാണ്ടസ് ഇവിടെ നമ്മൾ സെൽഫ് ഗോൾ അടിച്ചു എന്ന് പറഞ്ഞില്ലേ? ആ എൻസോ ഫെർണാണ്ടസ് ആണ് മികച്ച യങ് പ്ലെയർ ആയിട്ട് ഇവിടെ വന്നത്. യെസ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം? നോട്ട് ചെയ്തു വെക്കാം. എൻസോ ഫെർണാണ്ടസ്, അർജന്റീന. അപ്പോ ഈ പേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. എൻസോ ഫെർണാണ്ടസ് ആണ് മികച്ച യങ് പ്ലെയർ. മികച്ച താരമാരാൻ ചോദിച്ചു കഴിഞ്ഞാൽ ലയണൽ മെസ്സി. ഗോൾഡൻ ബൂട്ട് ആർക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ കിലിയൻ എംബാപ്പെ. ഗോൾഡൻ ഗ്ലൗ ആർക്കാൻ ചോദിച്ചു കഴിഞ്ഞാല് എമിലിയോ മാർട്ടീനസ്, അർജന്റീന താരം എന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. യെസ്, മെസ്സി ബൂട്ട് കേട്ടോ. യെസ്, യങ് പ്ലെയർ. അവിടെ എമിലിയോ മാർട്ടീനസ്. നൂറ്റാണ്ടിന്റെ സേവ് അല്ലെ? അവസാന നിമിഷത്തിൽ ആ കറുത്ത പിന്നെ എന്താണ് ഫ്രാൻസിന്റെ സ്ട്രൈക്കർ അടിച്ച ഗോള് വല വിരിച്ചു പിടിച്ച ആ ഒരൊറ്റ ഗോളിലാണ് ഇത്രയും ട്രോഫികളെ ഇവിടെ അർജന്റീനക്കാർക്ക് കിട്ടിയത്. യെസ്, ഒരാൾ മാത്രം ചിരിക്കുന്നില്ല, അയാൾ ചിരിക്കും ഭാവിയിൽ. ഓക്കെ. ഇനി ഇതും കൂടി പഠിച്ചു വെക്കാം. സിൽവർ ബൂട്ട് അവാർഡ് ലയണൽ മെസ്സി. ഗോൾഡൻ ബൂട്ട് ആണ് ആർക്ക് ലഭിച്ചത്? കിലിയൻ എംബാപ്പെ. ഓക്കെ. സിൽവർ ബൂട്ട് ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലയണൽ മെസ്സി എന്ന് പഠിച്ചു വെക്കാം. ബ്രോൺസ് ബൂട്ട് ലഭിച്ചത് ഒലിവർ ജിറോഡ്. ഫ്രാൻസിന്റെ സൂപ്പർ സ്ട്രൈക്കർ ഒലിവർ ജിറോഡ് ആണ് ബ്രോൺസ് ബൂട്ട് കേട്ടോ. അപ്പൊ ഗോൾഡൻ ബൂട്ട് ആർക്കാ ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എംബാപ്പയാണ്. സിൽവർ ബൂട്ട് ലയണൽ മെസ്സി, ബ്രോൺസ് ബൂട്ട് ഒലിവർ ജിറോഡ് എന്ന പോയിന്റും നോട്ട് ചെയ്ത് നോക്കാം. ജിറോദ് കേട്ടോ. ഇനി സിൽവർ ബോൾ അവാർഡ് ലഭിച്ചത് കിലിയൻ എംബാപ്പെ. അവിടെ സിൽവർ ബോൾ ഇവിടെ നോക്കിയേ, ഗോൾഡൻ ബോൾ ആണ്. ഏറ്റവും മികച്ച പ്രകടനത്തിന് ഗോൾഡൻ ബോൾ ലഭിച്ചതാണ് ലയണൽ മെസ്സി കേട്ടോ. സിൽവർ ബോൾ ലഭിച്ചത് കിലിയൻ എംബാപ്പെ. 2ാം സ്ഥാനം കിലിയൻ എംബാപ്പെ. ബ്രോൺസ് ബോൾ ലഭിച്ചത് ക്രൊയേഷ്യൻ ക്യാപ്റ്റൻ ലൂക്ക മോഡ്രിച്ച് എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ലൂക്ക മോഡ്രിച്ച് എന്ന് നോട്ട് ചെയ്തു വെക്കാം. ഓക്കെ. യെസ്, അപ്പൊ അവസാനത്തെ പോയിന്റുകളെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ പോയിന്റുകളോടെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ഓക്കെ. ഞാൻ ഒന്നും കൂടെ പറയാം. അവസാനത്തെ പോയിന്റുകൾ ഒന്നും കൂടെ പറയാം. ഗോൾഡൻ ബോള്, മികച്ച പ്രകടനത്തിനുള്ള ഗോൾഡൻ ബോൾ ലഭിച്ചത് ലയണൽ മെസ്സി. സിൽവർ ബോൾ ലഭിച്ചത് കിലിയൻ എംബാപ്പെ. ബ്രോൺസ് ബോൾ ലഭിച്ചത് ലൂക്ക മോഡ്രിച്ച് കേട്ടോ. ഇനി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരത്തിനുള്ള ഗോൾഡൻ ബൂട്ട് ലഭിച്ചത് കിലിയൻ എംബാപ്പെ. സിൽവർ ബൂട്ട് ലഭിച്ചത് ലയണൽ മെസ്സി. ബ്രോൺസ് ബൂട്ട് ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒലിവർ ജിറോദ് എന്ന പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാം. മികച്ച ഗോൾ കീപ്പർ എമിലിയോ മാർട്ടീനസ് എന്ന് പഠിച്ചു വെക്കാം. പിന്നെ നമ്മുടെ ചെക്കൻ എൻസോ ഗോൺസാൽവസ് എന്നും നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. യെസ്, അപ്പോ അത്രയും കാര്യങ്ങളാണ് എൻസോ ഫെർണാണ്ടസ്, ഗോൺസാൽവസ് അല്ല, എൻസോ ഫെർണാണ്ടസ് കേട്ടോ. അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തത്. മറ്റു അപ്പൊ ഫിഫ ഫെയർ പ്ലേ അവാർഡ് അതുകൂടി ഉണ്ട്. ഫിഫ ഫെയർ പ്ലേ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? അതായത് മികച്ച മാന്യമായ കളിക്കുള്ള ഫെയർ പ്ലേ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഈ പറയുന്ന ചുവപ്പ് കാർഡുകളും മഞ്ഞ കാർഡുകളൊക്കെ കുറച്ച് കിട്ടിയിട്ട് മാന്യമായ രീതിയിൽ കളിച്ചത് ഏത് ടീമാണെന്നുള്ളതാണ് ചോദ്യം. അർജന്റീനയാണോ, ഇംഗ്ലണ്ട് ആണോ, ക്രൊയേഷ്യ ആണോ, മൊറോക്കോയാണോ എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. യെസ്, ഏതാ?
ഇംഗ്ലണ്ട് ടീമാണ് കേട്ടോ. ഇംഗ്ലണ്ട് ടീമിനാണ് ബെസ്റ്റ് ഫെയർ പ്ലേ അവാർഡ് കിട്ടിയത് എന്ന പോയിന്റും കൂടി എന്ത് ചെയ്യാം, അക്കൂട്ടത്തിലേക്ക് കൂട്ടിച്ചേർക്കാം. ഓക്കെ, യെസ്.